ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ UPI മലേഷ്യയിൽ ഉടൻ അവതരിപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയ്ക്കും മലേഷ്യയ്ക്കുമിടയിലെ സാമ്പത്തിക സഹകരണം കൂടുതൽ ആഴത്തിലാക്കുമെന്നും മലേഷ്യയിൽ പുതിയ ഇന്ത്യൻ കോൺസുലേറ്റ് തുറക്കുമെന്നും മോദി പറഞ്ഞു. നിലവിൽ ഭൂട്ടാൻ, UAE, സിംഗപ്പൂർ, ഫ്രാൻസ്, മൗറീഷ്യസ്, ശ്രീലങ്ക, നേപ്പാൾ, ഖത്തർ എന്നിവിടങ്ങളിൽ ഇന്ത്യൻ UPI സേവനങ്ങൾക്ക് അംഗീകാരമുണ്ട്. UPI ലോകവ്യാപകമാക്കുകയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെ മലേഷ്യയിലെത്തിയ പ്രധാനമന്ത്രി മോദി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിനൊപ്പം സലാമത്ത് ദത്താങ് മോദിജി പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു. ക്വാലാലംപൂരിലെ മൈൻസ് കൺവെൻഷൻ സെന്ററിൽ ഇന്ത്യൻ സമൂഹം സംഘടിപ്പിച്ച പരിപാടിയിൽ 18,000-ഓളം പേർ പങ്കെടുത്തു. പരിപാടിയുടെ ഭാഗമായി 800-ലേറെ ഇന്ത്യൻ കലാകാരന്മാർ അവതരിപ്പിച്ച നൃത്തം മലേഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി. 30 ലക്ഷത്തോളം വരുന്ന മലേഷ്യയിലെ ഇന്ത്യൻ പ്രവാസികൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ജീവനുള്ള പാലമായി നിലകൊള്ളുന്നതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും എടുത്തു പറഞ്ഞു. ആഗോള വളർച്ചയുടെ വിശ്വസനീയ പങ്കാളിയായി ഇന്ത്യ മാറിയെന്ന് UK, UAE, US, യൂറോപ്യൻ യൂണിയൻ എന്നിവയുമായുള്ള വ്യാപാര കരാറുകളെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം വിശദമാക്കി. ഇന്ത്യ ലോകത്തെ 2ാമത്തെ വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളും 3ാമത്തെ വലിയ സ്റ്റാർട്ടപ്പ് ഹബ്ബുമായി മാറി. മോദിയും അൻവർ ഇബ്രാഹിമും ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും. പ്രതിരോധ സുരക്ഷ ബന്ധങ്ങൾ ദൃഢമാക്കുക, സാമ്പത്തിക നൂതന ആശയ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, പുതിയ മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. ഇവയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഒപ്പിടും. 10ാം ഇന്ത്യ മലേഷ്യ CEO ഫോറത്തിലും മോദി പങ്കെടുത്തു. തമിഴ് ഭാഷ ഇന്ത്യയെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തിന് ഇന്ത്യ നൽകിയ സമ്മാനമാണ് തമിഴ്. അനശ്വര സാഹിത്യമുള്ള ആഗോള ഭാഷയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് മലയയിൽ തിരുവള്ളൂർ സെന്റർ സ്ഥാപിക്കുമെന്നും ഇന്ത്യയിൽ പഠിക്കാൻ വിദ്യാർത്ഥികൾക്ക് തിരുവള്ളുവർ സ്കോളർഷിപ്പുകൾ നൽകും. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി, വിദേശകാര്യമന്ത്രി, ധനമന്ത്രി തുടങ്ങിയവർ തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. മലേഷ്യയിലെ ഇന്ത്യൻ വംശജരിൽ 3-ൽ 2 ഭാഗവും തമിഴ് വംശജരാണ്. അൻവർ ഇബ്രാഹിം തമിഴ് സിനിമയുടെയും പാട്ടിന്റെയും ആരാധകനാണെന്നും MGRന്റെ പാട്ടുകൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി മോദിയെ അൻവർ ഇബ്രാഹിം നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. തുടർന്ന് ക്വാലാലംപൂരിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ മോദിയെ സ്വന്തം കാറിലാണ് അൻവർ കൊണ്ടുപോയത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.